എന്റെ അമ്മച്ചി എനിക്ക് നന്നായിട്ട് അറിയാം. കുട്ടിക്കാലത്ത് കാക്കിലോ വെളിച്ചെണ്ണ ആഴ്ച മേടിക്കുന്നത്, കാക്കിലോ വെളിച്ചെണ്ണ. എന്നാൽ എല്ലാ കറിക്കും ടേസ്റ്റും ഉണ്ടാവും, വറക്കേണ്ടടുത്ത് വറക്കും, എല്ലാത്തിനും ഒരു കരുതലുണ്ടാവും. അതായത് ആഴ്ചയിൽ 2 കിലോ അരിയേ ഉണ്ടാവുള്ളൂ, 2 കിലോ അരി ആയിരിക്കും, ഒരു നാഴി കൂടില്ല. അങ്ങനെ വലിയൊരു അച്ചടക്കം അവർക്കുണ്ടായിരുന്നു. എനിക്കത് ഇന്നത്തെ തലമുറയ്ക്ക് എത്ര അച്ചടക്കം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ബീഫ് ഞായറാഴ്ച മാത്രം മേടിക്കുന്നത്, 1/2 കിലോ ഇറച്ചിയാണ് വീട്ടിൽ മേടിക്കുന്നത്. ഞായറാഴ്ച പള്ളിയിൽ നിന്ന് അപ്പം 1/2 കിലോ ഇറച്ചി മേടിച്ചോണ്ട് വരുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. 1/2 കിലോ ഇറച്ചി ഞാൻ അറിഞ്ഞുണ്ട് അതിന് ബിരുദക്കാർ ചിലപ്പോൾ കാണും പൊടിയാൻ വേണ്ടി. അപ്പൊ അമ്മ ചിന്തിച്ചാൽ ഒരു ഉരുളക്കിഴങ്ങ് സവോളയും കൂട്ടിട്ട് ഒരു പെള്ളം കറി വെക്കും. ഒന്നും കറി പറഞ്ഞാൽ വിശ്വസിക്കില്ല. രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാൻ ആ ചോറിന്റെ അറ്റത്ത് അമ്മച്ചിയ സ്നേഹം കൊണ്ട് ചില കരിഞ്ഞ ഒരത്തിറച്ചിയില്ലേ, തേങ്ങാക്കൊന്നും കൂടി ശകലം മൂലയ്ക്ക് വെച്ചേക്കും. തലേ ദിവസത്തിന്റെ ബാക്കിയാ. ഇന്നൊക്കെ അങ്ങനെയാണോ? ഇന്നൊക്കെ ഓരോരുത്തർ മേടിച്ച് 4-5 കിലോ ഇറച്ചി ഒരാഴ്ച മേടിച്ചിട്ട് അങ്ങ് തിന്നുക. മറ്റത് കൊതിക്കുന്ന ഒരു കാലമില്ലേ? ഈ കൊതിച്ച് ജീവിച്ചവരെല്ലാം അതിനോടൊരു വില കൽപ്പിക്കും. കൊതിക്കണം നമ്മൾ. എനിക്ക് ഇന്നത്തെ ജനറേഷൻ ഏറ്റവും വലിയ വരില്ല, എനിക്കൊക്കെ അടിമയാണെന്ന് തോന്നുന്നു. അവർക്കൊന്ന് കൊതി എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് ഇനി എന്ത് കിട്ടും? വീഴ്ച പുഴാൻ കിട്ടും, ഒരു പരാമർ കിട്ടുമോ എന്ന് നടക്കുന്നു. എല്ലാം ഉണ്ടേ, എല്ലാം എന്താ കിട്ടാത്ത എല്ലാ ഷവർമ മറ്റേ എല്ലാവരും കുട്ടിക്കയറ്റി കൊടുക്കും. അവിടുന്ന് മറ്റേ കാർഡ് മറ്റേ എല്ലാം കൊടുക്കുക. പിന്നെ എന്തായാലും തൃപ്തി ഇനി എന്ത് കിട്ടും? എനിക്ക് എന്ത് പാമ്പിനെ കൊണ്ട് കൊതിച്ചാലോ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറെ. അതാണ് പ്രശ്നം, കൊതിയില്ല. നിങ്ങൾ ആലോചിച്ചോക്കെ, ഇല്ലായ്മ ഒരു വിധം കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഏതെങ്കിലും കുട്ടി ഇതൊക്കെ ഉപയോഗിക്കുന്നു? വളരെ കുറവാണ്. അവർ സ്ട്രഗിൾ ചെയ്യണം, അവരുടെ അപ്പന്റെ വിഷമം കാരണം ജീവിക്കുക. മറ്റേ എല്ലാമായി. അപ്പൊ പാവം ഗൾഫിൽ കഷ്ടപ്പെട്ട് കാശ് കൊടുക്കും, അമ്മയ്ക്ക് ഇവിടെ ജോലി ഉണ്ടാവും, അത് കിട്ടുന്നു.